Dear students, a very good morning to all. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂ ചെയ്ത ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോകെമിസ്ട്രിയുടെ സെക്കൻഡ് മോഡ്യൂൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സെല്ലാണ്. ഫസ്റ്റ് യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നെങ്കിലും ഫണ്ടമെന്റൽ സെൽസ് ബാറ്ററികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഗാൽവനിക് സെൽ. ഗാൽവനിക് സെൽ or it is also called as the voltaic cell or it is called as the Daniel cell. ഈ പറഞ്ഞ ഗാൽവനിക് സെല്ല്, ഡാനിയൽ സെൽ എല്ലാം ഇലക്ട്രോ കെമിക്കൽ സെൽസിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രോ കെമിക്കൽ സെല്ലായ ഡാനിയൽ സെല്ലിന്റെ അകത്ത് ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, ഇതാണ് നിങ്ങൾ ഒരു സെല്ലിനെ കുറിച്ച് അറിയാം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. ആരായിരിക്കും അടുത്ത ആനോഡ്, അടുത്ത കാഥോഡ്, അടുത്തത് ഇലക്ട്രോലൈറ്റ്. അപ്പോ ഡാനിയൽ സെല്ലിനെ സംബന്ധിച്ച് ഇവിടുത്തെ കാഥോഡ്, ആനോഡുകളായിട്ട് എടുക്കുന്നത് സിങ്കും കോപ്പറുമാണ്. അപ്പൊ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. The two solutions are connected externally by a metallic wire and also through a voltmeter and switch. Then to enable the possible internal connection we are using salt bridge. ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൊല്യൂഷൻസ്, ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്ന രണ്ട് സൊല്യൂഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഇലക്ട്രോ കെമിക്കൽ സെൽസിന്റെ സൈൻ കൺവെൻഷൻ പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു? ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും വരുന്നത് ആനോഡാണ്, ആ ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പഠിച്ചു, കോഡ് ലോണും പഠിച്ചു. റൈറ്റ് സൈഡ് എപ്പോഴും വരുന്നത് കാഥോഡാണ്, ഈ പറഞ്ഞ അവിടെ നടക്കുന്നത് റിഡക്ഷൻ ആണ്, ആ ടെർമിനലിന്റെ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് go through the diagram. Diagram means left hand side and right hand side ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ സിങ്ക്, അപ്പൊ സിങ്ക് ഇവിടെ താരായിരിക്കും, ആനോഡ്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആരാ, കോപ്പർ. കോപ്പർ ഇവിടെ താരായിരിക്കും, ആനോഡ്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ, ടു മേക്ക് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് വി യൂസ് എ സാൾട്ട് ബ്രിഡ്ജ്. സോ ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു 2 മാർക്ക് വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ സാൾട്ട് ബ്രിഡ്ജ്? It is the first function is to complete the electrical circuit. ആ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് ഒരു കംപ്ലീഷൻ, വയർ കണക്ഷൻ കംപ്ലീഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞതുപോലെ ഒരു സാൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അഗർ അഗർ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറയുന്നു. ഇനി അവിടെ നടക്കുന്ന ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഒരിടത്തും പോസിറ്റീവ് ചാർജ് മാത്രം അക്യുമുലേറ്റ് ചെയ്തു, ഒരിടത്തും നെഗറ്റീവ് ചാർജ് മാത്രം അക്യുമുലേറ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ there should be the maintenance of electrical neutrality and it is maintained through what? It is maintaining through salt bridge. Salt bridge ഉപയോഗിച്ചാണ് നമ്മൾ ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്, സാൾട്ട് ബ്രിഡ്ജിന്റെ വളരെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ്. അപ്പൊ ഏതൊക്കെയാ? ഒന്നാമത്തെ ഫംഗ്ഷൻ ടു മേക്ക് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് വി യൂസ് സാൾട്ട് ബ്രിഡ്ജ്. സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ദ ടു ഹാഫ് സെൽസ്. അപ്പൊ ഏതൊക്കെയായിരിക്കും രണ്ട് ഹാഫ് സെൽസ്? അതിന് നമ്മൾ ഒരു രീതി പറഞ്ഞാൽ there will be a reduction half, there is a oxidation half. There will be a left half or right half. അങ്ങനെയും പറയാം. ഇനി അവിടുത്തെ നടക്കുന്ന റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ ഓഫ് എ ഡാനിയൽ സെൽ ഈസ്, നെറ്റ് റിയാക്ഷൻ ഡാനിയൽ സെല്ലിന്റെ അകത്ത് കിടക്കുന്ന കാഥോഡ് ആരാന്നറിയണം, ആനോഡ് ആരാന്നറിയണം, ഇലക്ട്രോലൈറ്റ് ആരാ, ഇലക്ട്രോലൈറ്റ്സ് ആരായിരിക്കും? സിങ്ക് ഈസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, കോപ്പർ ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. സോ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റുമാണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ഇലക്ട്രോലൈറ്റ്സ്. ഇനി അവിടെ നടക്കുന്ന ഓവറാൾ ഓർ ദ നെറ്റ് റിയാക്ഷൻ Zn, അത് നമ്മൾ ഇങ്ങനത്തെ നെറ്റ് സെൽ റിയാക്ഷൻസ് എഴുതുമ്പോൾ ആ അയോൺ സോളിഡ് ആണോ അല്ലെങ്കിൽ ആ എലമെന്റ് സോളിഡ് ആണോ അതോ അത് അക്വസ് ആണോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ പാരന്തസിസിൽ നമ്മൾ എഴുതും Zn സിങ്ക് സോളിഡ് സ്റ്റേറ്റിലാണ്, എന്ന് വെച്ചാൽ ഇലക്ട്രോഡ് ആണ്, ഇലക്ട്രോഡ് സോളിഡ് ആയിട്ടല്ലേ ഇരിക്കും, പ്ലസ് Cu2+. എവിടത്തെ ആയിരിക്കും? Cu2+ ഇവിടെ വരുന്നത് അയോണിക് സ്റ്റേറ്റിലായിരിക്കും. ദാറ്റ് ഈസ് വിൽ ബി ഇൻ ദ അക്വസ് സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റിന്റെ അകത്ത് കിടക്കുകയായിരിക്കും. Zn solid plus Cu2+ aqueous gives Zn2+ plus Cu. ഈ Zn2+ എന്തായിരിക്കും? aqueous സ്റ്റേറ്റിലായിരിക്കും. And copper will be in the solid state. It is the overall net reaction. ഈ ഓവറാൾ നെറ്റ് റിയാക്ഷൻ രണ്ട് പകുതികളിൽ, രണ്ട് ഹാഫ് സെൽസിൽ, രണ്ട് കണ്ടെയ്നേഴ്സിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയായിട്ട്? ഓക്സിഡേഷൻ ഹാഫ് ആയിട്ടും റിഡക്ഷൻ ഹാഫ് ആയിട്ടും എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ we can divide the whole equation into the reaction is a combination of two half cells. ഏതൊക്കെയാണ് രണ്ട് ഹാഫ് സെൽസ്? One is the reduction half reaction. ആ റിഡക്ഷൻ ഹാഫിൽ ആർക്കാ റിഡക്ഷൻ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു RRCP, കാഥോഡിനാണ് അവിടെ റിഡക്ഷൻ നടക്കുന്നത്. അവിടുത്തെ കാഥോഡ് ആരാ? കോപ്പർ. കോപ്പറിന് റിഡക്ഷൻ സംബന്ധിച്ച വാട്ട് ഈസ് റിഡക്ഷൻ?
Leoger, loss of electron is oxidation, gain of electron is reduction. Gain of electron. ഇവിടുത്തെ കാഥോഡ് ആരാ? കോപ്പർ. കോപ്പറിന് സംഭവിക്കുന്ന എന്തുവാ? റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇത്രയും നോളജ് നിങ്ങൾക്ക് ബേസ് ആയിട്ട് കോഡ് വൈസ് തലയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാൻ വാലൻസിയും കൂടി ഇനി ഓർത്താൽ മതി. കോപ്പർ 2 വാലൻസി ഉണ്ട്, Cu+ ഉണ്ട്, Cu2+ ഉണ്ട്. അതിൽ Cu2+ന്റെ കേസ് നോക്കാം. Cu2+ ആണ് ഇവിടെ വരുന്നത്. Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu solid. ഇതാണ് അവിടെ നടക്കുന്ന റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ആൻഡ് വിൽ ബി ദ റിഡക്ഷൻ ഓക്സിഡേഷൻ ഹാഫ് എങ്ങനെ ഇരിക്കും? Zn എന്തായിരിക്കും? സോളിഡ് സ്റ്റേറ്റ്. ഇറ്റ് വിൽ ബിക്കം Zn2+. അത് അക്വസ് സ്റ്റേറ്റ് ആണ്, +2 ഇലക്ട്രോൺ. അതായത് കോപ്പർ മേടിച്ച 2 ഇലക്ട്രോൺ എവിടെന്നാ കൊടുത്തേ? സിങ്ക് കൊടുത്തതാ, അങ്ങനെയും പറയാം. അതായത് പാവപ്പെട്ട Zn2+ ആവുന്നു, അതോടൊപ്പം 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. ആ ഇലക്ട്രോണിനെ ചാടി ആര് കയറി പിടിക്കും? Cu2+ ചാടി കയറി പിടിച്ച് Cu2+ എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പോലെ പറയാനാണ്. ഇനി ഈ 2 റിയാക്ഷൻസ് നടക്കുന്നു, ഒരിടത്ത് ഓക്സിഡേഷൻ, ഒരിടത്ത് റിഡക്ഷൻ. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ റെഡോക്സ് റിയാക്ഷൻ. അങ്ങനെ റെഡോക്സ് റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ്. റെഡോക്സ് റിയാക്ഷൻ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ വൈസ് കെമിക്കൽ എനർജി ഉണ്ടാവും. ആ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി ഇൻ വിച്ച് സെൽ? ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ ഏത് സെല്ലിന്റെ എക്സാമ്പിളാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് 2 തരം സെൽസാ, ഇലക്ട്രോ കെമിക്കൽ സെൽസും ഇലക്ട്രോളിറ്റിക് സെൽസും. അപ്പോ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് ബെസ്റ്റ് എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പഠിച്ചു തുടങ്ങാൻ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലും വളരെ ഫേമസ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലുമാണ് ഡാനിയൽ സെൽ. ഇതേ ഡാനിയൽ സെല്ലിനെ തന്നെയാണ് വോൾട്ടായിക് സെൽ എന്നും ഗാൽവനിക് സെൽ എന്നൊക്കെ വിളിക്കുന്നത്. 2-3 ടെക്സ്റ്റ് ഒക്കെ വായിച്ച് നിങ്ങൾ ചിലപ്പോ വളരെ കൺഫ്യൂസിങ് ആവരുത്. പലരും ചോദിക്കും ഇതൊക്കെ ഒന്ന് തന്നെയാണോ? സത്യത്തിൽ ഇത് ഒന്നൊക്കെ തന്നെയാണ്, യാതൊരു പേടിയും വേണ്ട. Daniel cell or voltaic cell or galvanic cell is an example of electrochemical cell. What is the peculiarity of electrochemical cell? Here, chemical energy is converted into electric energy. ഈ chemical energy എവിടെ നിന്നുണ്ടാവും? റെഡോക്സ് റിയാക്ഷൻ ഉണ്ടാവും. റെഡോക്സ് റിയാക്ഷന്റെ അകത്ത് എന്തൊക്കെ കാണും? 2 ഹാഫ്. ഏതൊക്കെയാ ഹാഫ്? ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫ്. എന്താണ് അപ്പോ ഓക്സിഡേഷൻ? ലിയോ, ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ. എന്താ റിഡക്ഷൻ? ജർ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. ഓക്കെ, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയിരിക്കും? ലോൺ RrCp. വാട്ട് ഈസ് ലോൺ? ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കും, അത് ആനോഡ് ആയിരിക്കും. ആ ആനോഡിന്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വാട്ട് ഈസ് RrCp? റൈറ്റ് സൈഡിൽ റിഡക്ഷൻ നടക്കും, അതിനെ കാഥോഡ് എന്ന് വിളിക്കും. ആ കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഇതെല്ലാം ഈ സൈൻ കൺവെൻഷൻ എവിടെ ആപ്ലിക്കബിൾ ആവൂ? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ഓക്കെ, ഗോയിങ് ഓൺ. നമുക്ക് ഇതിന്റെ ബേസ് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര തറവാക്കി പറയുന്നത്. കാര്യം സെല്ലുകൾ പഠിക്കുമ്പോൾ കൺഫ്യൂസിങ് ആവും. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നറിയാം. സത്യത്തിൽ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് മീൻ ബൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് മീൻ ബൈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്, നിങ്ങളൊരു സീരീസ് പഠിച്ചിട്ടുണ്ട്. 10th സ്റ്റാൻഡേർഡ് CBSE സ്റ്റുഡൻസ് എല്ലാം 10th സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മെറ്റൽസും നോൺ മെറ്റൽസും ഒക്കെ ചേർത്തിട്ടാണ്. അവിടെ നടുക്കിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഇത് എങ്ങനെ റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഈ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 2 കൺസെപ്റ്റിൽ കൂടെയാണ് പറയുന്നത്. 2 കൺസെപ്റ്റ്. വൺ ഈസ് ദ ഓക്സിഡേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും മറ്റേത് റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ട് IUPSC കുറെ റൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നോട്ടിച്ച് പറയുക. ഞാൻ ഇപ്പോഴേ എടുത്തു പറയാം, ഇത് പലർക്കും കൺഫ്യൂസിങ് ആവും. നിങ്ങൾ ഇത് ഓർക്കുകയേ വേണ്ട. ബട്ട് അറിഞ്ഞിരുന്ന് മനസ്സിലായാൽ കൊള്ളാം, അറിഞ്ഞില്ലേ നോ പ്രോബ്ലം. ബിക്കോസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഹാസ് നോ സിഗ്നിഫിക്കൻസ്. ഏത് ടോപ്പിക്കാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോ വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയും. ദ ടെൻഡൻസി ഓഫ് എ മെറ്റൽ, ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത് മിക്കതും മെറ്റൽസ് അല്ലേ, or to lose or gain electron when it is in contact with its own solution is called electrode potential. When the concentration of all the species involved in half cell is unity, then the electrode potential is known as standard electrode potential. അതായത് പൊട്ടൻഷ്യൽ യൂണിറ്റി ആയിട്ട് എടുത്താൽ നമ്മൾ അതിന്റെ മണ്ടേ സ്റ്റാൻഡേർഡ് എന്ന വാക്കിനോട് ചേർക്കും. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ.
ഇനി അക്കോർഡിംഗ് ടു IUPAC കൺവെൻഷൻ, ഇപ്പോഴാണ്, മുമ്പ് ഒരു 20 കൊല്ലം മുമ്പ് ഈ കൺവെൻഷൻ അല്ല. According to IUPAC convention, the standard reduction potential is taken as the standard electrode potential. നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് രീതിക്ക് പറയാം. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേംസിലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിന്റെ ടേംസിലും. ഇപ്പോഴും ചില ബിഗ് കോംപ്രിഹെൻസീവ് ടെക്സ്റ്റ് ബുക്കുകൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. അവര് സൈൻ മാറുമെന്നേ ഉള്ളൂ, പ്ലസ് വരേണ്ടടുത്ത് അവിടെ എന്ത് വരും, മൈനസ് വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ രണ്ടും കൂടെ മനസ്സിലാക്കി വട്ടുപിടിക്കാത്തവർ നിങ്ങൾ എന്തുമാത്രം പഠിച്ചു വെച്ചേക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരൊറ്റ പൊട്ടൻഷ്യൽ അറിയാം, അതെന്തുവാ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നമ്മുടെ NCERT അകത്ത് ഒരു പേജില് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും പറഞ്ഞ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിളേറ്റ് ചെയ്ത് അതില് ലിത്തിയമാണ് ടോപ്പ്, താഴെ വരുമ്പോൾ ഫ്ലൂറിൻ വരും. ആ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. നിങ്ങൾ അത് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇനി ചില ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ സൈൻ വാല്യൂ തിരിച്ചു വരും, അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇനി ചില ടീച്ചേഴ്സും ഇപ്പോഴും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യും. ഞാനിപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ച് NCERT സെയിം പാറ്റേണിൽ പോവുകയാണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാര്യം വാല്യൂ എല്ലാം സെയിം, സൈൻ മാത്രം. നമ്മൾ പ്ലസ് റിഡക്ഷനിൽ പ്ലസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ പ്ലസ് വരുന്നിടത്ത് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൽ വരുമ്പോൾ എന്താവും, നെഗറ്റീവ് ആവും. ദാറ്റ്സ് ആ. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ച് കൺഫ്യൂസിങ് ആവരുത്. ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ മൊത്തം മാറ്റി കളഞ്ഞോ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ IUPACയുടെ ഇപ്പോഴത്തെ റൂൾസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് എ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മീൻസ് ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ. ഓക്കെ, going on, in a galvanic cell, the half cell in which oxidation takes place is called anode. ഞാൻ ആൾറെഡി പറഞ്ഞു, ഒരു galvanic cell എന്തിന് എക്സാമ്പിൾ ആ, ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിന്. അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്, എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവനെ ആനോഡ് എന്ന് വിളിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എന്ത് പൊട്ടൻഷ്യൽ ആയിരിക്കും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ. The other half cell in which reduction takes place is called the cathode. കാഥോഡിന്റെ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഇതിന് സെന്റൻസ് ഒന്നും വേണ്ട, പാരഗ്രാഫും വേണ്ട, നമ്മൾ ഒരൊറ്റ കോടി പഠിക്കും. ലോൺ RRC, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺ കേട്ടില്ലേ, ലോണും RRC. ലോൺ എന്ന് വെച്ചാൽ എന്തുവാ, ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നടക്കും, ആ ടെർമിനലിനെ നമ്മൾ ആനോഡേ എന്ന് വിളിക്കും. ആ ആനോഡിന്റെ ചാർജ് എന്തുമായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി in a cell the electrons flow from negative electrode to positive electrode. ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് ഫ്ലോ. അത് എന്തുകൊണ്ട് വന്നു, അതിന് കുറച്ച് സയന്റിഫിക് ഭയങ്കര എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കും. നിങ്ങൾ ഫിസിക്സിന്റെ സാറിന്റെ അടുത്തൊക്കെ ചോദിച്ചോളാം. ഓക്കെ, സോ ഇൻ എ സെൽ ദ ഇലക്ട്രോൺസ് flow from negative electrode to positive electrode and the current flow is in opposite direction. അപ്പൊ എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടായിരിക്കും ആര് ഒഴുകി പോകുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് ആ ഡയഗ്രാം ഒന്നും കൂടെ നോക്കിയേക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ പഠിച്ചു തുടങ്ങുകയാണ്. ആ ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം ഡാനിയൽ സെല്ലാണ്. ആ ഡാനിയൽ സെല്ലിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് വരച്ചു വെച്ചേക്കുന്നത്. നോക്കിക്കേ, സിങ്ക്, കോപ്പർ. സിങ്കിനാണ് ഇവിടെ നെഗറ്റീവ് ചാർജ്, കാഥോഡാണ് കോപ്പർ. കാഥോഡായ കോപ്പറിന് എന്തുവാ, പോസിറ്റീവ് ചാർജ്. കറണ്ട് ഫ്ലോ എവിടെ നിന്നാ, പോസിറ്റീവ് ഇലക്ട്രോഡായ കോപ്പറിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോഡായ സിങ്കിലേക്ക്. കാരണം എന്താ, ബിക്കോസ് ഇലക്ട്രോൺ ഫ്ലോ ഈസ് ഫ്രം ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള സിങ്കിൽ നിന്ന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള കോപ്പറിലേക്കാണ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ the potential difference between two electrodes of a galvanic cell is called the cell potential and is measured in volts. വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ മാത്രം യൂണിറ്റ് ഒന്നുമല്ല, കെമിസ്ട്രിക്കാർ പറയുമ്പോൾ അത് സെൽ പൊട്ടൻഷ്യലിന്റെയും കൂടെ യൂണിറ്റ് ആണ് സത്യത്തിൽ ആര്, വോൾട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ നമ്മൾ വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് അപ്പോഴേ ആലോചിച്ചാൽ സെൽ പൊട്ടൻഷ്യൽ ആണ് ഉദ്ദേശിച്ചത്. ഇത് സെൽ പൊട്ടൻഷ്യലിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ, ഇതൊന്നും നമുക്ക് ഒരു ആവശ്യമില്ല, ചുമ്മാ കേട്ട് വയ്ക്കാന്നേ ഉള്ളൂ. സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്, അല്ലാതെ ഒരിടത്ത് റിഡക്ഷൻ പൊട്ടൻഷ്യലും കാഥോഡ് വരുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എടുത്ത് നമ്മൾ കാഥോഡിന്റെയും ആനോഡിന്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിലകൾ കണക്കൂട്ടുന്നു. അവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ദാറ്റ് ഡിഫറൻസ് ഈസ് കാൾഡ് ദ സെൽ പൊട്ടൻഷ്യൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് ആര്, സെൽ പൊട്ടൻഷ്യൽ. ഇനി ഈ സെൽ പൊട്ടൻഷ്യലിനെ തന്നെ
കുറച്ചും കൂടി നമ്മൾ എക്സ്പാൻഡഡ് വെർഷൻ ഡിഫൈൻ ചെയ്താൽ we will get what? The cell electromotive force of the cell is the potential difference between two electrodes when no current is flowing through the cell. കറണ്ട് ഫ്ലോ ഇല്ലാത്ത അവസ്ഥയിൽ കറക്റ്റ് ആക്ച്വൽ വാല്യൂവിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ EMF-ഉം സെൽ പൊട്ടൻഷ്യലും തമ്മിൽ സംഭവം ഏകദേശം ഒരേ ഡെഫിനിഷനാണ്, പക്ഷെ വാല്യൂസിൽ ചെറിയ ഡിഫറൻസ് വരും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. സെൽ പൊട്ടൻഷ്യൽ മേ ബി 1 വോൾട്ട് ആയി, പക്ഷേ ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ചിലപ്പോൾ 1.1 ആയിരിക്കും. കാര്യം 1.1 വരാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു കറണ്ടും ഫ്ലോ ചെയ്യാത്തപ്പോ വരുന്ന പൊട്ടൻഷ്യലിനെയാണ് ദ സെൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓർ ദ EMF ഓഫ് ദ സെൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between the two electrodes when no current is flowing through the cell. ഈ കറണ്ട് ഒഴുകുമ്പോൾ ഉള്ള സെല്ലിനെ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, by convention means IUPAC convention, while representing a galvanic cell, the anode is written on the left side. ഞാൻ ആൾറെഡി നമ്മുടെ കോഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോഡ് RRCP and the cathode is on the right side. Metal and electrolyte solution are separated by putting a vertical line and a salt bridge is denoted by putting a double vertical line. അതായത് നമ്മൾ ഡാനിയൽ സെൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡബിൾ വെർട്ടിക്കൽ ലൈൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അത് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിലും കൊടുക്കാം, സ്ലാൻഡിങ് കമ്പ്യൂട്ടർ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ലാൻഡിങ് ആയിട്ടും കൊടുക്കാം. ഇവിടെ ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ നോക്കൂ. ഫോർ ഡാനിയൽ സെൽ ദ സെൽ റെപ്രസെന്റേഷൻ ഈസ് Zn solid bar, അതായത് ആനോഡ് ആണ് സിങ്ക്. അപ്പൊ ഇതിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ഞാൻ പറയാം. ആനോഡെ ബാർ, ആനോഡിന്റെ അയോണെ ഡബിൾ ബാർ, കാഥോഡിന്റെ അയോണെ ബാർ, കാഥോഡെ. ഇവനാണ് ആര്? ഒരു ഡാനിയൽ സെല്ലിന്റെ അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേഷൻ ഓഫ് എ ജനറൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ, ആനോഡെ ബാർ, ആനോഡിന്റെ അയോണെ ഡബിൾ ബാർ, കാഥോഡിന്റെ അയോണെ ബാർ, കാഥോഡെ. അപ്പൊ ഇവിടെ നോക്കാം, നമ്മുടെ ഡാനിയൽ സെല്ലിലെ ആനോഡ് ആരാടെ? സിങ്ക്. ആനോഡിന്റെ അയോൺ ആരാടെ? Zn2+. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? Zn ബാർ, Zn2+. ഇനി ഡബിൾ ബാർ, കാഥോഡിന്റെ അയോൺ ഏതാ ഡാനിയൽ സെല്ലിൽ? Cu2+ ബാർ, Cu. ഓക്കെ, ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ്. ഇനി അണ്ടർ this convention, the EMF of the cell is positive and is given by the potential of the half cell on the right side minus the potential of half cell on the left hand side. അല്ലെങ്കിൽ the E cell, the EMF of the cell denoted by E cell is equal to E right minus E left. Okay, or right il eppozhum varuna ara? Cathode. appo E cathode minus E anode. left side il eppozhum varuna ara? Anode. appo E cathode minus ഈ ആനോഡാണ് ആര്? ഈ സെൽ എന്ന് പറയുന്നത്. ഇനി പ്രോബ്ലം പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ആരുടെ റെപ്രസെന്റേഷൻ? ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായ ഡാനിയൽ സെല്ലിന്റെ ജനറൽ റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് ജസ്റ്റ് ഒരു നമ്മുടെ മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മെഷർ ചെയ്യും? അതിനുവേണ്ടി നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഷി എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനിപ്പോ നമുക്ക് നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയും. ദ പൊട്ടൻഷ്യൽ ഓഫ് the potential of individual half cells cannot be measured. We can measure only the difference between two half cells. For this purpose, നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 വോൾട്ടേജ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരിക്കലും നമുക്ക് ഒരു മെറ്റലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുക്കണമെങ്കിൽ മെറ്റലിനെ എടുത്തുകൊണ്ട് വന്നിട്ട് 0 പൊട്ടൻഷ്യൽ ഉള്ള ഷീനെയും കൂടെ വെച്ചിട്ട് ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ കോപ്പറിന്റെ ആയാലും സിങ്കിന്റെ ആയാലും അയണിന്റെ ആയാലും ഒക്കെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ IUPAC കൺവെൻഷൻ പ്രകാരം ഏതേ എടുക്കാറുള്ളൂ? റിഡക്ഷൻ പൊട്ടൻഷ്യൽസേ എടുക്കാറുള്ളൂ. ഓക്കെ, കണ്ടോ? ബൈ കൺവെൻഷൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ ഈസ് ടേക്കൺ as 0. ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഷീയുടെ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് നോട്ടിച്ച് പറയാം. The construction of she is not at all useful for your exams. എക്സാമിന് ആവശ്യമില്ലാത്ത ടെക്സ്റ്റിലെ ചവർ പോർഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് കൺസ്ട്രക്ഷൻ ഓഫ് SHE or how SHE is there.
SHE എന്ന് വെച്ചാൽ ഷീ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. വേറൊരു പേര് എന്തുവാ? നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതൊരു സെറ്റപ്പ്, ഒരു ഗ്ലാസ് ചേമ്പർ പോലെ ഇരിക്കും. ആ ഗ്ലാസ് ചേമ്പറിൽ നമ്മൾ എന്തെടുക്കണം? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് എടുത്തുകൊണ്ട് വരും, അതിനെ പ്ലാറ്റിനം ബ്ലാക്ക് വെച്ചിട്ട് പൂശി വെച്ചേക്കും. അതിൽ the electrode is dipped in an acidic solution of 1 molar concentration and pure hydrogen gas at 1 bar pressure and 298 Kelvin is bubbled through it. It is represented by PT. PT means platinum. അതേ സ്റ്റേറ്റിൽ സോളിഡ് സ്റ്റേറ്റിൽ ബാർ H2 ഗ്യാസ്, gaseous കാര്യം ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടില്ലേ കിട്ടും. ബാർ H2 ഗ്യാസ് ബാർ H+ അക്യൂസ്. ഓക്കെ, കാര്യം H2 ഗ്യാസ് ബാർ H+ എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് എടുത്തേക്കുന്നത്. കാര്യം ഇതൊരു ഗ്യാസ് ആണ്. ഗ്യാസിന് ഒരിക്കലും ഒരു കമ്പി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സഹായത്തിന് ആരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് കയറ്റിയേ? പ്ലാറ്റിനത്തിനെയും കൂടെ കയറ്റിയത്. അങ്ങനെയാണ് നമ്മൾ ആരെ കൺസ്ട്രക്ട് ചെയ്തെടുത്ത്? ഷീനെ കൺസ്ട്രക്ട് ചെയ്തെടുത്ത്. ഈ കൺസ്ട്രക്ട് ചെയ്തെടുത്ത ഷീയുടെ പൊട്ടൻഷ്യൽ ആണ് എത്ര? 0 വോൾട്ടേജ്. ഓക്കെ, then going on, to determine the electrode potential of an electrode, it is connected in series with the standard hydrogen electrode, and the EMF of the resulting cell is determined by the equation E cell is equal to E right minus E left. E cell is equal to E right minus E left. Since the electrode potential of she the electrode potential is 0, the E cell is equal to the electrode potential of the given electrode. അതായത് ഷീയുടെ വോൾട്ടേജ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഒറിജിനൽ മെറ്റൽ. ഇനി ഇഫ് ദ സ്റ്റാൻഡേർഡ്, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഇതും കൂടെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇഫ് ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് ഈസ് ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ ആ ഇലക്ട്രോഡ് മെറ്റലിന് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ then its reduced form is more stable compared to hydrogen gas. reduced state എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ 2+, 3+ അവസ്ഥകൾ എന്തായിരിക്കും? more stable than hydrogen gas. Similarly, if the standard electrode potential is negative than hydrogen is more stable than reduced form, its species. അത് ഞാൻ കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോഴേ ഈ സെന്റൻസിന്റെ കറക്റ്റ് മീനിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ജസ്റ്റ് ഞാൻ പ്രോബ്ലം പറ്റുമെങ്കിൽ അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ. അതൊന്നുമില്ല, സിമ്പിൾ പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കുന്നത്. വിച്ച് വൺ ഈസ് മോർ സ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ മോഡ്യൂൾ 2 വീഡിയോയിലുള്ളത്. മോഡ്യൂൾ 1 വീഡിയോ ഒന്ന് കാണുക, അതിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഈ മോഡ്യൂൾ 2ലും കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ പറഞ്ഞ മിക്കതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇത് കേട്ട് മാത്രം വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അടുത്ത മോഡ്യൂൾ 3 വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.